മോശ എഴുതിയ അഞ്ച് അഞ്ച് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതുകൊണ്ട് യോഹന്നാനാൽ എഴുതപ്പെട്ട അഞ്ച് ഗ്രന്ഥങ്ങളിലെ ഒന്നാണ് യോഹന്നാനിൽ. യോഹന്നാന്റെ സുവിശേഷം ഒന്നും രണ്ടും മൂന്നും യോഹന്നാൻ, വെളിപ്പാട്, ഈ അഞ്ച് പുസ്തകങ്ങൾ യോഹന്നാനാൽ എഴുതപ്പെട്ടതാണ്. ഈ അഞ്ച് പുസ്തകങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തു ദൈവമാണെന്ന് പ്രൂവ് ചെയ്യുന്നു. എന്നാൽ ആ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുന്നവന് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകി ദൈവത്തിന്റെ മക്കളാകുക. അതുകൊണ്ടാണ് 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കനാവിലെ കല്യാണത്തിൽ ദൈവത്തിന്റെ ദൈവമായവന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി തുടങ്ങുകയാണ്. എന്നാൽ യോഹന്നാന്റെ ലേഖനത്തിൽ ഈ സഭ ആ ദൈവമക്കളുടെ ഇടയിലേക്ക് വരുന്ന ദുരൂപദേശങ്ങൾക്കെതിരെ, ശ്രദ്ധിക്കുക, സഭയ്ക്കെതിരെ വരുന്ന ദുരൂപദേശങ്ങൾക്കെതിരെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. എന്തൊക്കെയാ ദുരൂപദേശം? ജ്ഞാനവാദം, അതുപോലെ ഡോസ്റ്റിസം, സെളിദിനിസം എന്നീ പറയുന്ന 1-ാം നൂറ്റാണ്ടിലെ ദുരൂപദേശങ്ങൾ ഇന്ന് നമ്മുടെ നിലകൊള്ളുന്നത് പോലെയുള്ള അന്ന് നിലനിന്നിരുന്ന ദുരൂപദേശങ്ങൾക്കെതിരെ ദൈവാത്മ നിയോഗിതനായി അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുന്ന ലേഖനങ്ങളാണ് ഇത്. അപ്പോൾ ഓർക്കുക, ഇന്ന് നമ്മളെല്ലാം ജീവിക്കുക നമ്മുടെ ഒരു ഡ്രീം വേൾഡിലല്ല. ഞാൻ ഇച്ചിരി പ്രായോഗിക തലത്തിൽ പ്രസംഗിക്കുന്നയാളാണ്. അതുകൊണ്ട് പ്രായോഗികമായി ചിന്തിക്കാൻ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നവരാണ്. ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നതും ദൈവം എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ വചനമാണ്. അത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അത് ദൈവം നിങ്ങളോട് സംസാരിക്കപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് നാം ജീവിക്കുന്ന ഒരു ലോകം വല്ലാത്തൊരു ലോകം അല്ലേ? വല്ലാത്തൊരു ലോകം. നമുക്കിന്ന് പണമുണ്ട്, നമുക്കിന്ന് കയറിക്കിടക്കാൻ വീടുണ്ട്, ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ ഒരു 20 വർഷം മുന്നേ, ഒരു 10 വർഷം മുന്നേ നമ്മൾ ജീവിച്ച ഒരു ജീവിത രീതികളെ അല്ല. ഞാൻ ജീവിച്ചത് കാഞ്ഞിരപ്പുഴ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ പാവപ്പെട്ടവനായി. അമ്മ ചെറുപ്പത്തിലേ മരിച്ച് 7 മക്കളിൽ 6ാമത്തെ മകനായി വളരെ ബുദ്ധിമുട്ടോടുകൂടെ ജീവിച്ച ഒരു ജീവിത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞാൻ. അവിടെ നിന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ചും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ലയിച്ചു ചേർന്നുകൊണ്ട് ജീവിതത്തിന്റെ മേഖലകളിലേക്ക് വന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അന്നത്തെ ജീവിത സാഹചര്യങ്ങളല്ല നമ്മൾ വ്യത്യസ്തരായി മാറുകയും. നമുക്കിന്ന് കയറിക്കിടക്കാൻ വീടുണ്ട്, എനിക്ക് വീടില്ല, ഞാൻ പാസനേജിലാണ്. വീടില്ല, എന്നാൽ നമുക്ക് കിടക്കാൻ ഒരു സ്ഥലമുണ്ട്, നമുക്ക് ജോലിയുണ്ട്, നമ്മൾക്ക് ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒരു 1000 രൂപ 500 രൂപ ചോദിച്ചാൽ തരാൻ ഇന്ന് നമുക്ക് ആളുണ്ട്, സഹായിക്കാൻ ആളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ട്. അതെല്ലാത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കൂടെ ഒന്ന് സ്തോത്രം പറയാവോ? നിങ്ങളുടെ ചൂണ്ട അനങ്ങുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ട്. നമ്മളെല്ലാറ്റിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അതാണ് പൗലോസിന്റെ ഭാഷ്യം ഇടയ്ക്ക് നമ്മൾ പറയാൻ, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് ഇത്രത്തോളം. പൗലോസ് അത് വളരെ വളരെ ആഴമായി ഒന്ന് പറയുന്ന പദമാണ്. ഇത്രത്തോളം എന്നെ ജയോത്സവമായി കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്ന പോലെ ജയോത്സവമായി ദൈവം നമ്മെ കൊണ്ടുപോയി. എന്നാൽ ഇന്നിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇന്നിന്റെ പ്രശ്നം ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ധൈര്യമില്ലാത്തവരാണ്, ഭയങ്ങളുള്ളവരാണ്, ആശങ്കകളുള്ളവരാണ്. മുന്നോട്ട് പോകാൻ വളരെ ടെൻസ്ഡ് ആയിട്ട് ജീവിക്കപ്പെടുന്നവരാണ് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ പ്രശ്നങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്ക് വീടുണ്ട്, നമുക്ക് നല്ല തലമുറകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. ശ്രദ്ധിക്കൂ, ഞാന് 17 വർഷമായി യുവജനങ്ങളുടെ ഇടയിൽ ടാഗ് എന്ന് പറഞ്ഞ യുവജനങ്ങളുടെ മീറ്റിങ്ങിൽ സംസാരിക്കപ്പെടുന്നവരാണ്. ഇന്നലെ
ആരാധനയ്ക്ക് ശേഷവും ഒരു മുസ്ലിം കുടുംബം എന്റെ കൂടെ വന്ന് കുഞ്ഞിന് വേണ്ടി അല്പസമയം പ്രാർത്ഥിച്ച് ഒരു ഗൈഡ് ചെയ്ത് പോകുന്ന ഒരു 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 സാഹചര്യങ്ങളാണ്. അങ്ങനെയുള്ള നമ്മളെല്ലാം നമ്മുടെ തലമുറകളെ നോക്കി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ ഉണ്ടാകുന്ന ആശങ്കകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആശങ്കകൾ, നമ്മുടെ ശരീരത്തിലുള്ള ആശങ്കകൾ, നമ്മുടെ ജോലിയോടുള്ള ആശങ്കകൾ. ഇനി വേണ്ട, നമ്മുടെ ആത്മീയ കൂട്ടായ്മയിലേക്ക് ചെല്ലൂ, നമ്മൾ ഇതിരിക്കുന്ന സഭകളിലേക്ക് ചെല്ലൂ. ആശങ്കകൾ നമുക്കെല്ലാം ഉണ്ട്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒരു വിഷമം പോലെ ഇരിക്കുന്നു. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് എനിക്കറിയാം. എന്നാൽ ഇടയ്ക്ക് ഒരു സ്വോത്രത്തോടെ ഒന്ന് വരണേ. നിങ്ങൾ ചോദിക്കൂ, ഇത് ആശങ്കകളാണ്. നമുക്ക് ഇന്ന് ധൈര്യക്കുറവാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ ഒരു ധൈര്യക്കുറവാണ്? നിങ്ങൾ ഓർക്കണം, അടുത്ത ഒരു കിലോമീറ്ററോ 2 കിലോമീറ്ററോ നമ്മുടെ അടുത്തുള്ള ഒരാൾ ഒരു പനിയിൽ മരിച്ചു എന്ന് നമ്മൾ അറിഞ്ഞാൽ, ഒരു പനി വന്ന് അല്ലെങ്കിൽ ഒരു ചുമച്ചു മരിച്ചു എന്ന് അറിഞ്ഞാൽ, അടുത്ത ഒരു പനിയും ചുമയും വന്നാൽ നമുക്കുണ്ടാകുന്ന ആദി എവിടെയാ വരുന്നേ? ഓടി വരുന്നത് ഇന്നയാൾ മരിച്ചു എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരികയാണ്. നോക്കൂ, ഒരു 20 വർഷം മുന്നിലേക്ക് നോക്കൂ. എത്ര പനികൾ കടന്നവരാണ്, എത്ര ചുമകൾ കടന്നവരാണ്. കിടക്കുവാനോ മരുന്നുകളോ ഇല്ലാത്ത സമയം അവിടെ നമുക്ക് ലഭിച്ച ഒരു കരുത്തെന്ന് പറയുന്നത് അത് ദൈവം നമുക്ക് നൽകിയ ഒരു കരുത്തായിരുന്നു. അപ്പോ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലേ? ധൈര്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട്, പരിശുദ്ധാത്മ നിയോഗത്തോടെ വചനത്തിന്റെ വെളിപ്പാടിൽ ഇന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത്, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുകളിൽ ധൈര്യത്തോടെ നിൽപ്പാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങളുടെ മുകളിൽ അതിജീവിക്കില്ല. അതിന്റെ മുകളിൽ ജയം നിങ്ങൾക്ക് കൊള്ളുവാൻ വേണ്ടി കഴിയും. എവിടുന്നാണ് നമുക്ക് ധൈര്യം ലഭ്യമാകുന്നത്? എവിടുന്നാണ് നമുക്ക് ധൈര്യം? നമ്മുടെ പണത്തിൽ നിന്നോ? ഇല്ലവേ ഇല്ല. അതിന് പരിമിതികളുണ്ട്. എവിടുന്നാണ് നമ്മുടെ ധൈര്യം? നമ്മുടെ ആരോഗ്യത്തിനോ? അതിന് ധൈര്യം, അതിന് പരിമിതികളുണ്ട്. എവിടെയാ നമുക്ക് ധൈര്യം? നമ്മുടെ തലമുറകളോ? അതിന് പരിമിതികളുണ്ട്. എവിടുന്നാ നമുക്ക് ലഭിക്കുന്ന ധൈര്യം? നമ്മൾ പാർക്കുന്ന ഭവനങ്ങളോ യാത്ര ചെയ്യുന്ന വാഹനങ്ങളോ? അതിന് പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ ഏത് സാഹചര്യത്തിലും, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടില്ലെങ്കിലും, ജീവിതത്തിന്റെ വൈതരണികളിലും പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുമ്പോഴും നിനക്ക് ധൈര്യം നൽകുന്ന ഒരുവനുണ്ട്. അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ നിന്ന് നമുക്ക് ധൈര്യം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ വാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. അവിടെ നമുക്ക് ധൈര്യം ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കരുത്ത് ആർജിച്ചത് കൊണ്ടല്ല, ഒരു PhD കൂടെ കൂട്ടിയത് കൊണ്ടല്ല, ഒരു വീടിന്റെ ഒരു നില കൂടെ കൂട്ടിയത് കൊണ്ടല്ല, ഒരു കുഞ്ഞും കൂടെ ഒരു ജോലി ലഭ്യമാകുന്നത് കൊണ്ടല്ല, നമ്മുടെ റൂം അത് ശീതീകരിക്കുന്നത് കൊണ്ട് AC വെക്കുന്നത് കൊണ്ടുമല്ല. നമുക്ക് ധൈര്യം ലഭിക്കുന്നത് പ്രാർത്ഥന റൂമിൽ നിന്നാണെന്ന കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും, അവൻ കറുത്തവനായാലും വെളുത്തവനായാലും, അവൻ ഇന്ത്യക്കാരനായാലും കേരളക്കാരനായാലും ഇതര രാജ്യക്കാരനായാലും, അവൻ ഒറ്റപ്പെട്ടവനായാലും അവഹേളിക്കപ്പെട്ടവനായാലും, അവന്റെ മേൽ ധൈര്യം നൽകുന്ന ഒരു ദൈവകൃപ അവനിലേക്ക് വ്യാപരിക്കുന്നത് അവന്റെ പ്രാർത്ഥനാ റൂമുകളിലാണ്. അഥവാ അവന്റെ മുഴങ്കാൽ മടക്കുന്ന സമയമാണ്. അഥവാ അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷകളിലാണ് ദൈവം അവന് ധൈര്യം നൽകുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. വാക്യത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുന്നു. അവിടെ 14-ാം വാക്യം, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് അവനോടുള്ള ധൈര്യം നമുക്കുണ്ടാകുന്നു. ഓർക്കുക, ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമുക്കുണ്ടാകുന്ന ധൈര്യം പ്രാർത്ഥനയിലാണ്. ഈ സൂമിന്റെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന
ഹെഡിങ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. അവിടെ ദിനവും യേശുവിനോടും കൂടെ. ഒരു പ്രസംഗിക്കുന്നവന് ദിനവും യേശുവിനോടും കൂടെ നടക്കാൻ കഴിയില്ല. ഒരു പാട്ടുകാരന് യേശുവിനോട് ദിനം കൂടെ നടക്കാൻ കഴിയില്ല. സഭായോഗത്തിന് ഒരു പോകുന്നവന് യേശുവിനോട് കൂടെ ദിനം നടക്കാൻ കഴിയില്ല. എന്നാൽ ദിനവും കൂടെ നടക്കാൻ കഴിയുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ ദിനവും യേശുവിനോട് കൂടെ നടക്കാൻ കഴിയൂ. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത് ഞാൻ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ പ്രാർത്ഥന വേറൊന്നുമല്ല. ഞാൻ പറയുന്ന പല പല ഡെഫിനിഷനും പല വ്യാഖ്യാനങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാം. എന്നാൽ എന്റെ പഠനത്തിലും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ ഗ്രഹിക്കുന്നതുമായ വചനത്തിലൂടെ ചിന്തിക്കുന്ന ഒത്തിരി ചിന്തകളിൽ ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന ഒരു ഊർജമാണ്. എന്താണ് ഊർജം? ദൈവത്തിൽ നിന്നും അവന്റെ ഹൃദയവും മനുഷ്യന്റെ ഹൃദയവും തമ്മിൽ കൂട്ടി സമ്മേളിക്കുന്ന ഒരു സമ്മേളന സ്ഥലമാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, ഞാൻ അവളെ വശീകരിച്ച് അവളെ ഞാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവളോട് ഞാൻ ഹൃദ്യമായി ഇടപെടും. എന്താണ് പ്രാർത്ഥന? ദൈവമക്കളെ ശ്രദ്ധിക്കുക. പ്രാർത്ഥന നീ ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവം നിന്നോട് സംസാരിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പങ്കുവെക്കലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ പങ്കുവെക്കലാണ് പ്രാർത്ഥന. ദൈവത്തിന്റെ ഹൃദയം എന്തുമൈക്കൊള്ളട്ടെ, അതിന് പ്രാസം വേണമെന്നില്ല, അതിന് പ്രാർത്ഥനയുടെ ഘടന വേണമെന്നില്ല. നിന്റെ ഹൃദയം എന്താണോ അത് പങ്കുവെക്കുവാൻ കഴിയുമെങ്കിൽ, അവിടുത്തെ ഹൃദയം നമ്മളോട് പങ്കുവെക്കുമ്പോൾ അവിടെ നിനക്ക് ലഭ്യമാകുന്നത് പണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തേക്കാൾ, വിദ്യാഭ്യാസത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തേക്കാൾ, നീ ജീവിക്കുന്ന ജീവിത രീതികളിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തേക്കാൾ വലിയൊരു ധൈര്യം ദൈവം നിനക്ക് നൽകപ്പെടുകയാണ്. അവിടെയാണ്, പ്രാർത്ഥനയിലാണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സാക്മുന്യൻ തന്റെ എഴുത്തുകളിൽ തന്നെ ഇങ്ങനെ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്: ഒരു മനുഷ്യ ശരീരത്തിന് ശ്വാസോച്ഛ്വാസം എത്ര അനിവാര്യമാണോ അത്രയും അനിവാര്യമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന് പ്രാർത്ഥന എന്നുള്ളത്. ശ്വാസോച്ഛ്വാസം നഷ്ടപ്പെട്ട ഒരാൾ ഡെഡാണ്, മരിച്ചവനാണ്, അവന് നടക്കാൻ കഴിയുകയില്ല. എന്നാൽ അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ അവൻ ഡെഡാണ്, അവൻ മരിച്ചവനാണ്. പറയട്ടെ, പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ധൈര്യം ആർജിച്ചെടുക്കുന്നത്, ദൈവം നമുക്ക് ധൈര്യം നൽകുന്നത് എന്ന കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അപ്പൊ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് അനിവാര്യ ഘടകമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് മാറിപ്പോവുകയാണ്. ഏത് പ്രാർത്ഥനയാ വേണ്ടത്? മാസ് പ്രെയർ ആണോ? അല്ലവയല്ല. ഉപവാസ ഇതെല്ലാം വേണം കേട്ടോ. ഞാൻ പറയുന്ന പദം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചേ വരാവൂ. അതിനെ വേറെ ഒരു തലങ്ങളിൽ വരരുത്. ഇതെല്ലാം വേണം, ഇതെല്ലാം വേണം. എന്നാൽ ഏറ്റവും അനിവാര്യമായ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അവിടെയാണ് ഹൃദയത്തിന്റെ പങ്കുവെക്കൽ. അവിടെയാണ് നിനക്ക് കരയാൻ കഴിയൂ, അവിടെയാണ് നിനക്ക് ആവലാതി പറയാൻ കഴിയൂ, അവിടെയാണ് നിന്റെ ദുഃഖം പേറുവാൻ കഴിയൂ, അവിടെയാണ് നിന്റെ ആഗ്രഹങ്ങൾ പറയാൻ കഴിയൂ, അവിടെയാണ് ദൈവത്തോട് പരാതികൾ പറയാൻ കഴിയൂ. അന്നയെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരികയാ. പെനീന കൂടെ 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 നിന്നുകൊണ്ട് അവളെ പരിഹസിക്കുമ്പോൾ, അവളെ ശരീരഘടനയെ പരിഹസിക്കുമ്പോൾ, അവളുടെ അമ്മ എന്ന പദവിയെ പരിഹസിക്കുമ്പോൾ, അവളുടെ ജീവിതത്തെ പരിഹസിക്കുമ്പോൾ, അവൾ ഒരു നിന്ദാപാത്രമായി മാറുമ്പോൾ, സഹായകനായ ഏറ്റവും നല്ല ഭർത്താവായ തന്റെ ഭർത്താവ് പറയുന്നു, അന്നേ നീ വിഷമിക്കണ്ട, നീ 10 പുത്രന്മാരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? എങ്കിലും അവൾ ലഭ്യമാകേണ്ട ആ പദവികൾ ലഭ്യമാകാതെ അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് അവൾ ഓടിച്ചെന്നത് ഒരു മാസ് പ്രയറിനല്ല, അവൾ ഓടിച്ചെന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കാണ്. അവിടെ നിങ്ങൾക്കറിയാം, പ്രാർത്ഥനയുടെ ഘടന അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ സാഹിത്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അവിടെ ഉറക്കെ പ്രാർത്ഥിച്ചില്ല. അവിടെ പ്രാർത്ഥിച്ചത് അവളുടെ ഹൃദയം ദൈവത്തോട് പങ്കുവെച്ചു എന്നുള്ളതാണ്. ഇന്ന് പകലെന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ആത്മാവിന്റെ നിയോഗത്തോടെ ഈ ഡിവൈസിൽ ഓണായിരിക്കുന്ന മാതാപിതാക്കളെ, ഇന്നും നിന്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ പിന്നാമ്പുറത്തിൽ നിന്ന് ധൈര്യം ക്ഷമിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ദൈവമേ എന്റെ കാലുകൾ ഞാൻ എങ്ങനെ മുന്നോട്ട് വെക്കുമെന്നുള്ള വിഷമത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ഈ 2026 എങ്ങനെ അക്കരെ കടക്കുമെന്ന് നീ ചിന്തിക്കപ്പെടുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയുന്ന ദൈവത്തിന്റെ വചനം
കേട്ടുകൊള്ളുക. നീ ധൈര്യം സംഭരിക്കേണ്ടത് നിന്റെ ചുറ്റുപാടുകളിൽ നിന്നല്ല. നീ ധൈര്യം സംഭരിക്കേണ്ടത് നിന്റെ സാമ്പത്തികത്തിൽ നിന്നല്ല. നിന്റെ ധൈര്യം സംഭരിക്കപ്പെടേണ്ടത് നിന്റെ ആരോഗ്യത്തിൽ നിന്നല്ല. നീ ധൈര്യം സംഭരിക്കേണ്ടത് നിന്റെ പ്രായത്തിൽ നിന്നല്ല. ധൈര്യം സംഭരിക്കേണ്ടത് നിന്റെ മക്കളിൽ നിന്നല്ല. ധൈര്യം സംഭരിക്കേണ്ടത് നിന്റെ കൂട്ടുകാരിൽ നിന്നല്ല. ധൈര്യം സംഭരിക്കേണ്ടത് ഒറ്റ വാക്കിനാൽ സകലവും ഉളവാക്കുവാൻ കഴിവുള്ള, ചെങ്കടലിനെ വിഭജിക്കുവാൻ കഴിവുള്ള, മന്ന നൽകപ്പെട്ടവൻ, മരുഭൂമിയിൽ അഗ്നിമേഘസ്തംഭം കൊണ്ട് പകൽ മേഘസ്തംഭം കൊണ്ട് നിറച്ച സർവശക്തനായ ദൈവത്തോടുള്ള നിന്റെ അപേക്ഷയാൽ നീ പ്രാപിക്കേണ്ടപ്പെടേണ്ടതാണ് ധൈര്യം എന്ന കാര്യം മറന്നു പോകരുത്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ധൈര്യം സംഭരിക്കണം. അപ്പൊ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ചോദ്യം. വ്യക്തിപരം, ഞാൻ ഇവിടെ കൂട്ടായ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന, ഇതൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അല്ലെ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഫലിക്കുന്നു അല്ലെ. പ്രാർത്ഥനയുണ്ട്, മാസ് പ്രയർ ഉണ്ട്, ഫാമിലി പ്രയർ ഉണ്ട്, ഇൻഡിവിജ്വൽ പ്രയർ ഉണ്ട്. ഏറ്റവും അനിവാര്യമായ സ്റ്റെപ്പ് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. ആ വ്യക്തിപരത്തിൽ എന്നാണ്? തുറന്നു പറയുക. ആ വ്യക്തിപരത്തിൽ നമ്മുടെ ചള്ളും പുള്ളും ഒക്കെ പറയാം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആയതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോ ദൈവത്തോട് നമുക്ക് അവിടെ അല്പം പിണങ്ങാം. സഭായോഗത്തിന് ദൈവമേ ഞാൻ നിന്നോട് പിണങ്ങുന്നു എന്ന് പറയരുത്, നിനക്ക് വട്ടാണെന്ന് ചിന്തിക്കുന്ന നാട്ടുകാർ. അവിടെ സഭായോഗത്തിന് മറ്റേ കൂട്ടപ്രാർത്ഥനയിൽ കർത്താവെ ഒക്കെ പറയാം. അവിടെ ഒന്നും പറയാല്ല, നമ്മുടെ കർത്താവിന്. അതുകൊണ്ടല്ലേ ദാവീദ് ചോദിച്ചത്. ചിലവർ ഇങ്ങനെ, ഞാനിപ്പോ പറയുമ്പോ ചിലവരുടെ ചിന്തയുണ്ടാവും, ഇങ്ങനെയൊക്കെ ദൈവത്തോട് പിണങ്ങാവോ? പിണങ്ങാം. അപ്പനും അമ്മയും ബന്ധമാണോ? ഹൃദയബന്ധമാണോ ദൈവമായി? ഡ്രസ് ബന്ധമാണെങ്കിൽ പറ്റിയല്ല, ഹൃദയബന്ധമാണെങ്കിൽ പറ്റും. നമ്മുടെ വീട്ടിൽ എങ്ങനെയല്ലേ, മക്കൾക്കെല്ലാം നമ്മളോട് പറയാലോ അല്ലേ. ഹൃദയബന്ധം ഉണ്ടെങ്കിൽ എല്ലാം പറയാം. നമ്മളോട് പിണങ്ങാം, ഇണങ്ങാം അല്ലേ. ഏറ്റവും കൂടുതൽ അമ്മമാരോടാ പിള്ളേര്. അമ്മമാരെന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ രണ്ട് പറയും. ഹൃദയബന്ധം ഉള്ളത് കൊണ്ടാണ് അല്ലെ. ചിലപ്പോ വന്ന ഒരടി തരും. ചിലവര് അമ്മേനെ ചിലപ്പോ പേര് വിളിക്കും, പെണ്ണമ്മ എന്ന് വിളിക്കും. ആ പെണ്ണമ്മ എന്ന് വിളിക്കുന്നതിന് അല്ലെങ്കിൽ ഏലിയാമ്മ എന്ന് വിളിക്കുന്നത് ഹൃദയബന്ധമാണ് അല്ലെ. ഹൃദയബന്ധം അവിടെ ചേർന്ന് വരും, കരയും, ദുഃഖം വരും. ഇതൊക്കെ ഹൃദയബന്ധം. ഞാൻ ഇപ്പോഴും പറയുന്നത് ഡ്രസ്സിന്റെ ബന്ധമല്ല ദൈവത്തിന് ഉണ്ടാകേണ്ടത്, സംഘടനയുടെ ബന്ധമല്ല ദൈവത്തിന് ഉണ്ടാകേണ്ടത്, സഭയുടെ ബന്ധുവല്ല, മീൻസ് സംഘടനാ ബന്ധുവല്ല ദൈവത്തിന് ഉണ്ടാകേണ്ടത്. ദൈവത്തോട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് അപ്പനമ്മ എന്ന, അപ്പനും മകനും എന്ന ബന്ധം, ഹൃദയബന്ധം. ആ ഹൃദയബന്ധം ഉള്ളവർ, അതുകൊണ്ടാ പറയുന്നത്, കർത്താവ് തന്നെ പറയുന്നത്, ദൈവമേ, യേശു പറഞ്ഞ ദൈവമേ നീ എന്നെ കൈവിട്ടോ. ദാവീദ് പറഞ്ഞു, നീ എന്നെ മറന്നു കളഞ്ഞോ, നീ എന്നെ തള്ളിക്കളഞ്ഞോ. ഇതൊക്കെ ചോദിക്കാൻ ഹൃദയബന്ധം ഉണ്ടാകണം. ആവലാതി പറയാ, എന്താ കർത്താവേ ഇങ്ങനെ? ഹൃദയബന്ധമാണ്. അപ്പോ ഇൻഡിവിജ്വലായ പ്രാർത്ഥനയിലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? എന്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ട്, ധൈര്യം ലഭിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടത് എന്താ? ധൈര്യമാണ് അല്ലെ. രോഗത്തിന്മേൽ അതിജീവിക്കാൻ ധൈര്യമാണ്. അതുകൊണ്ടാണ് സദൃശവാക്യക്കാരൻ പറയുന്ന ഒരു പദമുണ്ട്, പുരുഷന്റെ ധീരത അവന്റെ രോഗത്തെ, ആർക്കും അറിയലെന്ന് തോന്നുന്നു, വായ അനങ്ങുന്നില്ല. പുരുഷന്റെ ധീരത രോഗത്തെ ശമിപ്പിക്കുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർമാര്, ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ, ഞാൻ താമസിക്കുന്ന പെരിന്തൽമണ്ണ പട്ടണത്തിൽ 5 മെഡിക്കൽ കോളേജും 32 ഹോസ്പിറ്റലുള്ള ഒരു പട്ടണത്തിലാണ് ജീവിതം. ആദ്യം ചെല്ലുമ്പോ അവിടെ 2-3 പേരുണ്ടോ ഹോസ്പിറ്റലിൽ? നഴ്സുമാര് ഡോക്ടർമാരുണ്ടോ അതിനകത്ത്? ക്ഷമിക്കണേ, ഒരു സത്യം പറഞ്ഞു വരിക. ആദ്യം അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ 2-3 പേരുണ്ട്. ഈ വലിയ ഹോസ്പിറ്റലുകളെല്ലാം അവര് വരുന്ന കാർ ഏതാ, അവരുടെ സ്റ്റാറ്റസ് നോക്കും, അതിനനുസരിച്ച് അവരുടെ ട്രീറ്റ്മെന്റ് ചോദിച്ചിട്ട് ആദ്യം ചെന്ന് ചോദിക്കുന്നത് എന്നാന്നറിയാവോ? എന്താ ചോദിക്കുന്നത്? ആദ്യം ഇതങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് തന്നെ പേടിപ്പിക്കും നമ്മൾ. അതോടുകൂടെ നമ്മുടെ ആഫീസ് എന്ത് ചെയ്തു? പൂട്ടി അല്ലേ. ഞാൻ പാലക്കാട് ഭാഷ പറഞ്ഞതേ ഉള്ളൂ. ആഫീസ് നമ്മുടെ പൂട്ടി. കഴിഞ്ഞ ഒരു 2-3 വർഷം മുന്നേ എനിക്കൊരു
നെഞ്ചിന്റെ ഒരു അസ്വസ്ഥതയുണ്ട്. അത് ഇടയ്ക്ക് ഞാൻ പണ്ട് ഒന്ന് വീണിട്ട് റിബ്സ് പൊട്ടി. എന്റെ ഇപ്പോഴും ഉണ്ട് അസ്വസ്ഥതകൾ. അപ്പൊ ഒരു ECGയില് ഒരു ചെറിയൊരു വേരിയേഷൻ വന്നപ്പോ ഒരു ഡോക്ടറെ പോയി കാണിക്കാൻ. അപ്പൊ ഞാനും എന്റെ വൈഫും, ഞാൻ വണ്ടി ഓടിച്ചു പോയി, ഞാനും ഒരു വൈഫും എന്റെ ചർച്ചിൽ ഒരു പയ്യനും കൂടെ പോയി കഴിഞ്ഞാൽ അവരെ ECG എല്ലാം എടുത്തു. എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്റെ വൈഫ് ലാബ് ടെക്നീഷ്യനാണ്, ഇപ്പൊ ജോലിയില്ല. എന്റെ വൈഫ് കൂടെ കയറി. അപ്പൊ എന്നെ എല്ലാം ചെയ്തു, എല്ലാം നോക്കി. അറ്റാക്ക് വന്നു നോക്കി, അറ്റാക്ക് ഒന്നും വന്നില്ല. ECGയിലെ വേരിയേഷൻസ് ഒന്നും പ്രശ്നമില്ല. ഇതെല്ലാം ആയിക്കഴിഞ്ഞു അവരെന്നെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അവിടെ കിടന്നോ, ഞാൻ പറഞ്ഞു എനിക്ക് കിടക്കണ്ട, ഇരുന്നാ മതി. ഇല്ല, കിടന്നോ, അനങ്ങണ്ട, സംസാരിക്കേണ്ട, എന്റെ ഭാര്യയെ കേൾക്കുന്നില്ല, നിങ്ങൾ ഇവിടെ കിടന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. നോക്കൂ, ഇതിനകത്ത് നമ്മുടെ ഒരു ആശങ്ക വന്നിരുന്നെങ്കിൽ, ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ, പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു നാളെ വരാം, നാളെ വന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ ഉടനെ പിന്നെ എന്നെ വിളിയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് വിളിയാണ്, വരൂ ചെക്ക് ചെയ്യൂ. ഞാൻ പറഞ്ഞ സാരാശി എല്ലാം ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞേ. നമ്മുടെ ധൈര്യമാകെ ആദ്യം എന്ത് ചെയ്യും? അങ്ങ് ഡിസോർഡറാണ് നമ്മുടെ ധൈര്യം. ഒരു പുരുഷന്റെ ധീരതയാണ് അവന്റെ രോഗത്തെ ശമിപ്പിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം നമ്മളോട് അത് അനുശാസിക്കുകയാണ്. അപ്പൊ നമുക്കുണ്ടാകേണ്ട ധൈര്യമാണ്. ആ ധൈര്യം നമുക്ക് കിട്ടുന്ന എവിടെയാ? അത് പ്രാർത്ഥനയിലൂടെയാണ് കിട്ടുന്നത്. അത് പ്രാർത്ഥനയിലൂടെ നമുക്കത് നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. ഇനി ഞാൻ പറയാണ്, ഇനി എല്ലാ പ്രാർത്ഥനയ്ക്കും ധൈര്യം കിട്ടുമോ? കിട്ടുകയില്ല. അവിടെയാണ് ആ വാക്യത്തിന്റെ പ്രസക്ത ഭാഗം. നിങ്ങളിലേക്ക് വരാം. ആ വാക്യത്തിൽ പറയുന്നത് ഒന്നുകൂടെ വായിച്ചാട്ട് ആന്റി. ലീലമ്മ അമ്മ ബാംഗ്ലൂർ ആന്റി വായിച്ചാട്ട്. വളരെ സ്ഫുടതയോടെ വായിക്കുന്നുണ്ട്. അതിന്റെ 14-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ട്. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ ഇനി കേൾക്കണേ, ശ്രദ്ധിക്കണം കേട്ടോ. മതി ആന്റി, അവിടെ കേൾക്കണേ. ഈ പ്രാർത്ഥന എങ്ങനെയാണ്? ധൈര്യം കിട്ടുന്ന പ്രാർത്ഥന എങ്ങനെയാ? കർത്താവേ, എന്നോട് എതിർക്കുന്ന കുറച്ച് പേരുണ്ട്, അവൻ പോകുന്ന സമയം അവന്റെ തലയിൽ തേങ്ങ വീണ് ചാകണേ, അല്ലെങ്കിൽ അവനെ സ്കൂട്ടിലിട്ട് ഇടിക്കണേ, എനിക്ക് അവനെക്കാട്ടിയും വലുതൊന്ന് കിട്ടണേ. ഇല്ല, ഒരു ധൈര്യവും കിട്ടുകയില്ല. ഏത് പ്രാർത്ഥനയ്ക്കാണ് നമുക്ക് ധൈര്യം കിട്ടുന്നത്? അവിടെ പറയുന്ന പദം നിങ്ങൾ ഓർക്കണം, അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ എറിച്ചു നിൽക്കേണ്ടത് ഏതാണ്? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഹിതമുണ്ടാകണം. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവോദ്ദേശം ഉണ്ടാകണം, ദൈവ ഇഷ്ടം ഉണ്ടാകണം. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവഹിതമാണോ, ദൈവ ഇഷ്ടമാണോ? ആ ദൈവ ഇഷ്ടം, ദൈവഹിതമുള്ള പ്രാർത്ഥനയിലാണ് നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ധൈര്യം നമുക്ക് കിട്ടുകയുള്ളൂ. ആ ധൈര്യം കിട്ടാൻ കാരണം ഞാൻ പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ളതാണ്. ഇനി എന്നോട് കൂടെ സ്വോത്രം പറഞ്ഞൊക്കെ വരണം കേട്ടോ. ഇനി ചിലപ്പോ സ്വോത്രം പറയാൻ പറ്റാത്ത കാര്യമൊക്കെ പറയാൻ പോവാണ്. വചനം വേണ്ടേ? വചനമല്ലേ നമുക്ക് അനിവാര്യത, അല്ലേ? അപ്പൊ ദൈവ ഇഷ്ടം. ഞാൻ പ്രാർത്ഥിക്കുന്ന, എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞാൻ കയറി വന്നപ്പോ പ്രാർത്ഥിക്കുന്ന സഹോദരിയെ നന്നായി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോ ഞാൻ കയറി വന്ന പ്രാർത്ഥന ഡൈവോഴ്സിനെ കുറിച്ചാണ്. തലമുറ ഇന്ന് ഏറ്റവും വലിയ ഘടകമാണ്. എവിടെയാ കൂടുന്നത്? എത്രണ്ണം? എന്താ കാരണം എന്നറിയോ? വേറെ ഒന്നുമല്ല. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? പണം ഇല്ലാഞ്ഞിട്ടാണോ? നിങ്ങൾ ചിന്തിച്ചേ. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, പണം ഇല്ലാഞ്ഞിട്ടല്ല, സ്റ്റാറ്റസ് ഇല്ലാഞ്ഞിട്ടല്ല, ജോലി ഇല്ലാഞ്ഞിട്ടല്ല, കാണാൻ സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടല്ല. എന്താണെന്നറിയാവോ? ഇവിടെ മാതാപിതാക്കളായ നമ്മൾ, അഥവാ വിവാഹിതരാകാൻ പോകുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ ചേർത്ത് വെച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. അവിടെയാണ് നമ്മുടെ തെറ്റ് വരുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ വെച്ചുള്ള പ്രാർത്ഥന, ഇഷ്ടങ്ങൾ ദൈവത്തോട് പറയാം. ആ ഇഷ്ടങ്ങളുടെ മുകളിലും നമ്മുടെ പ്രാർത്ഥനയുടെ എന്റെ എവിടെയാകണം എന്നറിയാവോ? ദൈവമേ, അങ്ങയുടെ ഹിതം.
അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാ? കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ത് ചെയ്യണം? നീങ്ങിപ്പോണം. അത് അവന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ, മനുഷ്യൻ എന്ന നിലയിൽ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് തീർത്തില്ല. തീർത്തോ? ഇല്ല. അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. അടുത്ത സ്റ്റെപ്പ് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നറിയോ? എന്താ പ്രാർത്ഥിച്ചേ? അല്ല കർത്താവേ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ. അപ്പൊ ദൈവഹിതമായുള്ള, ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവഹിതം ഉണ്ടാകട്ടെ. ഞാൻ ദൈവഹിതമുള്ളതാണ് ദൈവത്തോട് അപേക്ഷിക്കുന്നതെന്നുള്ള ബോധ്യത നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ബോധ്യത വരുമ്പോൾ നമ്മളിൽ പകരപ്പെടുന്നത് നമുക്കതിന്മേൽ ഒരു ധൈര്യമാണ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ അപേക്ഷ കേൾക്കുമെന്നുള്ള ധൈര്യം നമ്മളിലേക്ക് വരപ്പെടും. അല്ലെ? അപ്പൊ എങ്ങനെയാ ഈ ദൈവഹിതം അറിയുന്നത്? അപ്പൊ ദൈവഹിതം ഇതെങ്ങനെ? ദൈവഹിതം അറിയണമെങ്കിൽ എങ്ങനെ, എന്താ ഉണ്ടാകേണ്ടത്? വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കണോ? വേണ്ട. ദൈവഹിതം ഉണ്ടാകേണ്ടതിന് ജീവിത സാഹചര്യം വേണ്ട. എന്താണ് ദൈവഹിതം ഉണ്ടാകേണ്ടതിന് നമ്മൾ ചെയ്യപ്പെടുന്ന? ദൈവഹിതം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു? റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ, വായിച്ചു തരണമേ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. റോമാലേഖനം 12-ന്റെ 2-ാമത്തെ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പൊ ദൈവഹിതം ഇന്നതെന്ന് എനിക്ക് തിരിച്ചറിയണം. എന്റെ ഈ പ്രാർത്ഥന ദൈവഹിതമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് വളരെ പഠിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ്. ഇതിനോട് മാത്രം ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ, എന്റെ ദൈവഹിതമുള്ള പ്രാർത്ഥനയാണ് ദൈവഹിതമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ ഞാൻ ചെയ്യേണ്ട കാര്യം എന്നാ? വേറെ ഒന്നുമല്ല, മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. അല്ലെ? മനസ്സ് പുതുക്കി രൂപാന്തരം നമുക്കുണ്ടാകണം. അപ്പൊ മനസ്സ് പുതുക്കാൻ നമ്മൾ തയ്യാറാകണം. എന്താ ഈ മനസ്സ്? മനസ്സൊരു അവയവവുമല്ല, അല്ലേ? അല്ല, നിങ്ങൾക്കെല്ലാം അറിയാം. മനസ്സെന്നത് മനുഷ്യന്റെ ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്ന ഒരു അന്തർമേഖലയാണ് ഈ സാധനം. അപ്പൊ എവിടെയാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകേണ്ടത്? കറുപ്പ് മാറ്റി വെള്ളയല്ല, ശാരീരികമായ ഒരു മാറ്റമല്ല. ഇവിടെ ഉണ്ടാകേണ്ട മാറ്റം ആന്തരികമായ മനസ്സിനുണ്ടാകേണ്ട ഒരു മാറ്റമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ മനസ്സിന് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന്റെ ഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. പലപ്പോഴും നമുക്കത് സാധ്യമാകുന്നില്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. കഴിയണം. നമ്മുടെ വിമർശനങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ചിന്തകൾ, ഇവിടെ ഇതെല്ലാം ഒന്ന് മാറ്റണം. നമുക്ക് എതിരി നിൽക്കുന്നവരെ, നമ്മെ പഴിക്കുന്നവരെ, നമ്മെ ദുഷിക്കുന്നവരെ, അല്ലെ? നമ്മളൊക്കെ എത്ര 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 പ്രശ്നങ്ങളിലൂടെ വീടുകളിൽ, സഭകളിൽ, ചുറ്റുപാടുകളിൽ, ഓഫീസുകളിൽ, ഇവിടെ ദൈവഹിതമുള്ള ഒരു പ്രാർത്ഥന, ആ പ്രശ്നത്തെ അതിജീവിക്കാൻ ധൈര്യം വേണം. ആ ധൈര്യത്തിന് എനിക്ക് പ്രാർത്ഥന അനിവാര്യമാണ്. ആ പ്രാർത്ഥന ദൈവഹിതമാകണം. ആ ദൈവഹിതമാകണമെങ്കിൽ എന്റെ മനസ്സ് പുതുക്കി ഞാൻ എന്ത് ചെയ്യണം? രൂപാന്തരം പ്രാപിക്കണം. എന്ത് ഈ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ 1-2 കാര്യം നിങ്ങളോട് പറയാം. നെഗറ്റീവ് ചിന്തകൾക്ക് പകരം വിശ്വാസം വളരണം. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ടുകൾക്ക് പകരം വിശ്വാസം വർദ്ധിക്കണം.
ഇപ്പൊ രോഗമാകട്ടെ, ദൈവമക്കളെ എന്നോട് കൂടി ചേർന്ന് വരണം. രോഗമാകട്ടെ, പ്രശ്നമാകട്ടെ, വെല്ലുവിളിയാട്ടെ, എന്തുമാകട്ടെ, നിന്റെ വീട്ടിൽ നിന്നാകട്ടെ, ചുറ്റുപാടിൽ നിന്നാകട്ടെ, നെഗറ്റീവ് ചിന്തകൾ നിറയാൻ, അവരോട് നമുക്ക് ദേഷ്യം, അവരോട് കോപം, അവരെന്തൊരു മനുഷ്യരെന്നുള്ള ചിന്താധാരകളെല്ലാം മാറി, ഇനി എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് ലഭ്യമാകില്ല, ഇനി എന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റണം. സ്തോത്രം. നിങ്ങള് വളരെ ശ്രദ്ധിച്ചായിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് സ്തോത്രം പറഞ്ഞു വന്നാട്ട് മാറ്റാൻ കഴിയുമോ? ഇവിടെ ഇരിക്കുമ്പോഴും നെഗറ്റീവ് ചിന്തകളില്ലേ? നിന്റെ കുഞ്ഞിനെ ഓർത്ത് ചില സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഇപ്പോഴും നിന്റെ ഉള്ളിൽ നെഗറ്റീവ് അല്ലേ? ഇന്നലകളിൽ കഴിഞ്ഞ 1 വർഷമോ 10 വർഷവും സംഭവിച്ച ആ സംഭവത്തിന്റെ നെഗറ്റീവ് വെച്ചുകൊണ്ടല്ലേ ഇന്നും നമ്മുടെ മനസ്സിനകത്തത് കാണുന്നേ? പ്രാർത്ഥിക്കുക, അതാവേ വിടുതൽ വേണേ, അത് ഇല്ല, അത് വരാൻ ഇച്ചിരി പാടാ. കാരണം എന്നാ? ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സെന്ത് ചെയ്യണം? രൂപാന്തരം ഉണ്ടാകണം. ഇത് പകൽ ചില പ്രതിസന്ധി ഉണ്ടല്ലോ, കേൾക്കണം ആന്റിമാരെ, ചില പ്രതിസന്ധി ഉണ്ടല്ലോ, അത് നിനക്ക് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവായി കാണണം. കാരണം അത് നിന്നെ ഒരു വലിയ നന്മയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വിശ്വാസത്തിന്റെ വർധനവാണ് ഉണ്ടാകേണ്ടത്, അല്ലേ? നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളെ, നെഗറ്റീവ് ചിന്താഗതികളെ, ആറ്റിറ്റ്യൂഡിനെ വിശ്വാസത്തിലേക്ക്, പോസിറ്റീവിലേക്ക് കൊണ്ടുവരണം. അതാ മനസ്സ് രൂപാന്തരപ്പെടുക. നമ്മളെ തെറി വിളിച്ച്, നിങ്ങൾ ഓർക്കണം, നമ്മളെ നീ നാശിച്ചു പോകുന്നു പറയുന്നവന്റെ മുന്നിൽ നിന്റെ ചിന്താഗതി നെഗറ്റീവ് വരെ, കർത്താവേ അവന്റെ മുന്നിൽ എനിക്ക് ഒരു നെളിഞ്ഞ് പറ്റാതെ, അവിടെയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. ആ വ്യക്തിത്വം അകത്ത് കയറാൻ പാടില്ല. ആ വ്യക്തിത്വം അകത്ത് കയറിയാൽ നമ്മൾ മനസ്സ് പുതുക്കി എന്തായിട്ടില്ല? രൂപാന്തരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നെഗറ്റീവ് പറയുന്നവരോട് ഇരിക്കല്ലേ. നെഗറ്റീവ് എല്ലാ കാര്യത്തിനും നിങ്ങൾക്കറിയാവോ? ഇപ്പൊ നമ്മളൊരു ഊണ് കൊടുത്തെന്ന് വെച്ചു, നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മുടെ ഇല്ലായ്മകളൊക്കെ ഒരു ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോ ചിലപ്പോ രുചി കുറവായിരിക്കാം, അവിടെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തിയിട്ടേ പോവുള്ളൂ, അല്ലേ? അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അവിടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്തേ പോളൂ. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിൽ ഒരിക്കലും രൂപാന്തരം ഉണ്ടാകുന്നില്ല. അവിടെ നമുക്ക് പോസിറ്റീവ്, അവിടെ വിശ്വാസം, ഇത് നടക്കില്ല എന്ന് പറയുന്ന ആ നെഗറ്റീവ് ചിന്തകൾ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നീ മനസ്സിലാക്കണം, ഇല്ല, ആ നെഗറ്റീവിന്റെ മുകളിൽ നീ മനസ്സ് പുതുക്കേണ്ടത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ആ വിശ്വാസത്തിലേക്ക് നിന്റെ മനസ്സിനെ കൊണ്ടുവരണം. അടുത്തത്, ലോകത്തിന്റെ മൂല്യങ്ങൾക്ക് പകരം ദൈവീക മൂല്യങ്ങൾ സ്വാധീനമുണ്ടാക്കണം. അതാ രൂപാന്തരം. ലോകം കണ്ട മൂല്യങ്ങൾക്ക് മുകളിൽ ദൈവിക മൂല്യങ്ങൾ ഉണ്ടാകണം. അതാ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളത്. നമുക്ക് ലോകമൂല്യങ്ങളല്ലേ, ലോകമൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം ഈ പ്രാർത്ഥിക്കുന്നേ. കർത്താവേ അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം. ഓർക്കുക, ഈ മൂല്യങ്ങൾക്കപ്പുറം ദൈവീക മൂല്യങ്ങളാകെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് സജ്ജമാകണം. കർത്താവേ എത്ര ജോലി കിട്ടിയാലും, എത്ര വലിയതായാലും, എത്ര എന്നാലും നിന്റെ നാമം മഹത്വപ്പെടണമെന്നുള്ള മൂല്യത നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. സ്തോത്രം, അല്ലേ? നമ്മുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയില്ലേ? നമ്മുടെ മനസ്സ്, നമ്മുടെ പാട്ടിന്റെ ശക്തി കൂടി, അല്ലേ? കയ്യടിയുടെ ശക്തി കൂടി, നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടായി. ബട്ട് മൂല്യം മാറിയില്ല. ദൈവീക മൂല്യമാകണം. അതാണ് മനസ്സ് പുതുക്കി ഞാൻ രൂപാന്തരപ്പെടുകയാണ്. എന്താ രൂപാന്തരപ്പെടുന്നത്? ലോകത്തിന്റെ മൂല്യത്തെക്കാൾ എനിക്ക് ദൈവീക മൂല്യങ്ങളാണ്.
അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കർത്താവേ അവര് ഡോക്ടറാകണം, നേഴ്സാകണം, അവർക്ക് ജോലി ലഭ്യമാകണം, ദൈവം അവരെ മാനിക്കണം, അനുഗ്രഹിക്കണം. ഇതെല്ലാം പറയുമ്പോഴും അതിന്റെ മുകളിൽ ഒരു കാര്യം പറയണം, കർത്താവേ ഈ ലോക മൂല്യത്തെക്കാൾ അവർ ഉയർത്തിപ്പിടിക്കേണ്ടത് അങ്ങയുടെ മൂല്യങ്ങളാകണമെന്നുള്ള ആ മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടാൻ കഴിയുമെങ്കിൽ അവിടെ നിനക്കൊരു ദൈവം ധൈര്യം നൽകുകയാണ്. അല്ലെ? എന്താ ധൈര്യം? ഞാനേ ശ്രദ്ധിക്കണേ, നിങ്ങൾ ധൈര്യം നമുക്ക് കിട്ടുന്ന എങ്ങനെ? കർത്താവേ ഞാന് അവിടെ ഒരു ഡോക്ടർ നേഴ്സും അല്ലെങ്കിൽ ഇന്നതും ആകണമെന്ന് മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ചത്. കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചത് അവരെവിടെയായാലും നിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവനാണ്, നിന്റെ ഹിതമാകണമെന്ന് പ്രാർത്ഥിച്ചവളാണെന്ന് പറയുമ്പോഴാണ് അവിടെ നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്. ഒരു മാതാപിതാക്കളോട് ഒരു കാര്യം കൂടെ പറയാട്ടോ, ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ പഠിപ്പിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പത്യോപദേശത്തിൽ വളർത്തി കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ എല്ലാം കൊടുത്തോണം. സൺഡേ സ്കൂൾ കൊടുത്തോണം, എല്ലാം കൊടുത്തോണം. നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കിട്ടുകയല്ല. കിട്ടുവോ? ഇല്ല, കിട്ടുകയല്ല. കിട്ടുമ്പോ അവര് വലയെടുത്ത് ജോലിക്കും പോകുമ്പോ പിന്മാറ്റത്തിൽ പോയെന്നോ ചിലപ്പോ ദൈവവഴി വിട്ടുപോയാലും നിനക്ക് ധൈര്യമുണ്ട്. എന്താ ധൈര്യം എന്നറിയോ? കർത്താവേ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയോ? നാഥാ അവരെന്റെ കയ്യിലിരുന്നപ്പോ ഞാൻ അവർക്ക് പത്യോപദേശം നൽകി, തിരുവചനം പഠിപ്പിച്ചു, ആരാധനയെ കൊണ്ടുവന്നു, പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അവർ ദൈവഹിതത്തിന് വേണ്ടി വിട്ടവരാണെന്ന് പറഞ്ഞ് നീ ഒന്ന് പ്രാർത്ഥിച്ചാ ഉണ്ടല്ലോ, ഏത് മുക്കിന് പോയാലും കൊളത്തിട്ട് നിന്റെ കരത്തിൽ കൊണ്ടുവരുന്ന ഒരു ദൈവമാണെന്ന കാര്യം മറന്നു പോകരുത്. അത് നിനക്കുള്ള ധൈര്യമാണ്. അവനെതിരെ ആരുയർന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഇല്ല, അവനെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ലോക മൂല്യത്തെക്കാൾ നീ മൂല്യത കൊടുത്തത് ദൈവിക മൂല്യങ്ങൾക്കായതുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ലോക മൂല്യത്തെക്കാൾ ദൈവിക മൂല്യങ്ങൾ വരിക. അടുത്തത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥ വ്യാപ്തി സ്വാർത്ഥതയ്ക്ക് പകരം സ്നേഹം നിറയണം. സ്വാർത്ഥതയ്ക്ക് പകരം അമ്മ എന്ന സ്വാർത്ഥത വിടണം. ഭാര്യ എന്ന സ്വാർത്ഥ, ഭർത്താവ് എന്ന സ്വാർത്ഥത, പാസ്റ്റർ എന്ന സ്വാർത്ഥത, ജോലിക്കാരി സ്വാർത്ഥത, നമ്മുടെ കുടുംബം പേരുകളുടെ ഇതെല്ലാം വിട്ടിട്ട് സ്വാർത്ഥതയുടെ മുകളിൽ നമുക്ക് നിറയണം. എന്താ? സ്നേഹം. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ചിലവരുടെ ചിന്തയുണ്ടാകും, പാസ്റ്ററെ ഇതൊക്കെ പറഞ്ഞ ഉണ്ടാകേണ്ട ശരിയായ ധൈര്യം നമുക്ക് മുന്നോട്ട്. ഞാൻ പറയട്ടെ, ഇതുപോലെ പോകുന്നവർക്ക് ഒരെണ്ണം കൂശണ്ട, ഒരു വെല്ലുവിളിയെ കൂശണ്ട, ഒരു ആഭിചാരം, ഒരു ശകുനഭാഗം, ഒരു മന്ത്രവാദം, ഒരു വെല്ലുവിളി, നീ ഒന്നിനും പേടിക്കേണ്ട. കാരണം എന്നാന്നറിയാവോ? നിന്നെ മേൽ പ്രവർത്തിക്കുന്ന ഒരു സർവശക്തൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. അല്ലെ? സ്വാർത്ഥതയ്ക്ക് പകരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് സ്വാർത്ഥതയ്ക്ക് പകരം സ്നേഹം നിറയണം. അങ്ങനെ നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെ വരുന്നത് എവിടെല്ലാം പോകണം? എവിടെയെല്ലാം ഈ മനസ്സ് എവിടെയെല്ലാം പുതുക്കണം? നമ്മുടെ ചിന്തകളിലാണ്. അല്ലെ? ചിന്തകളിൽ അത് പുതുക്കണം. അടുത്തത് നമ്മുടെ വാക്കുകളിലാണ്. വാക്കുകളിൽ അത് പുതുക്കപ്പെടണം. അടുത്തത് നമ്മുടെ പ്രവർത്തികളിലാണ്. പ്രവർത്തികളിൽ അത് പുതുക്കപ്പെടണം. ഒന്നും കൂടെ പറയുന്നു, ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒന്നും കൂടെ പറയുന്നു. ചിന്തകളിൽ നമ്മൾ പുതുക്കപ്പെടണം. രണ്ട്, നമ്മുടെ വാക്കുകളിൽ പുതുക്കപ്പെടണം. നമ്മുടെ പുറത്തോട്ടുള്ള സംസാരം ഉണ്ടല്ലോ, പുതുക്കണം. നെഗറ്റീവ് എന്തായണം? പോസിറ്റീവ് സംസാരമാകണം. അതുകൊണ്ടല്ലേ ദാവീദ് പറയുന്ന പദം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ. പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് വാക്യം അത്ര സുപരിചിതമില്ലേ? ചെന്നൈയിലും കുവൈറ്റിലും മുംബൈയിലും ഒക്കെ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അല്ലെ? ചാടിക്കടക്കാലോ, ചാടിക്കടക്കല, നീ നശിക്കും, നീ പോകും, നിന്റെ തലമുറ നശിക്കും എന്ന് പറയുന്ന 100 പേര് നിന്റെ കൂടെ നിന്ന് പറഞ്ഞാലും നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടത് കൊണ്ട് നിന്റെ അധരം തുറന്നത് അവരുടെ ശാപമല്ല, അവരോടുള്ള വഴിയല്ല, ദൂഷിയല്ല. അവിടെ നീ പ്രഖ്യാപിക്കുന്ന ദൈവത്തിന്റെ വചനം വേറെ ഒന്നുമല്ല, ഒറ്റ വചനമാണ്, എന്റെ ദൈവത്താൽ ഞാൻ അത് നേടിയെടുക്കുമെന്നുള്ളത്.
അല്ലെ? വാക്കുകളിൽ നമ്മുടെ രൂപാന്തരം ഉണ്ടാകണം. അടുത്ത പ്രവർത്തികളിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകണം. അല്ലെ? ഇനി നോക്കണം, ഈ രൂപാന്തരപ്പെടുന്ന 3 മിനിറ്റ് കൂടി കൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനി ദൈവം അനുവദിച്ചാൽ ഇനി എന്തെങ്കിലും കാണുമ്പോൾ ബാക്കി കേട്ട് നമുക്ക് ചിന്തിക്കാം. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഈ ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്താ? ആ വാക്യത്തിൽ 3 പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ദൈവഹിതം നന്മയാണ്, അത് നിനക്ക് ദോഷമല്ലെന്നാണ് പറയുന്നത്. ആ ദൈവഹിതം നന്മയാണ്, ആ ദൈവഹിതം ദൈവത്തിന് പ്രസാദമാണ്, ആ ദൈവഹിതം പൂർണ്ണതയാണ്. എത്ര മനുഷ്യൻ നിന്റെ ഹിതത്തെ അപൂർണമാക്കാൻ ശ്രമിച്ചാലും കാലങ്ങൾ കഴിയുമ്പോൾ പൂർണ്ണമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ ദൈവഹിതത്തിനെ നന്മയിലേക്കും അത് ദൈവിക പ്രസാദത്തിലേക്കും അത് പൂർണ്ണതയിലേക്കും കൊണ്ടെത്തിക്കുവാൻ സാധ്യമാകൂ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളോട് പറയുന്നു, നമുക്ക് ധൈര്യം ലഭിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥന നമുക്ക് അത് ധൈര്യം എങ്ങനെയുള്ള പ്രാർത്ഥനയാകണം? അത് ദൈവഹിതമാകണം. അത് ദൈവഹിതം എങ്ങനെയാകണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടത് തിരിച്ചറിയണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ദൈവഹിതം നന്മയാണ്, അത് ദൈവഹിതമാണ്, അത് പൂർണ്ണതയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളോട് വചനത്തിന്റെ വെളിപ്പാടിൽ പറയുന്നു, ആശങ്കകളോടെ ഇന്ന് ഈ പകൽ മീറ്റിംഗിൽ നീ ഇരിക്കുന്നെങ്കിൽ നിന്റെ ശരീരത്തെ നോക്കി, നിന്റെ മനസ്സിനെ നോക്കി, നിന്റെ തലമുറകളെ നോക്കി, നിന്റെ ജോലി മേഖലയെ നോക്കി, നിന്റെ കുടുംബ ജീവിതത്തിൽ ആടിയുളിയുന്ന ചില പ്രതിസന്ധികളെ നോക്കി, നിന്റെ സാമ്പത്തിക ഭദ്രതയെ നോക്കി ധൈര്യമില്ലാതെ നിരാശകളിലൂടെ മനസ്സ് തളർന്നുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ച് ആവലാതികളോട് ഇരിക്കപ്പെടുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നിനക്ക് നൽകുന്ന ധൈര്യം നൽകുന്ന ഒരു ഇടമുണ്ട്. അത് വേറെ ഒരു ഇടവുമല്ല, അത് പ്രാർത്ഥനയുടെ റൂമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് നീ കടന്നു ചെല്ലുക. ആ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്റെ ഹിതമാകട്ടെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതമുള്ള പ്രാർത്ഥനകളെ ദൈവസന്നിധി സമർപ്പിക്കാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇന്ന് നെഗറ്റീവ് ചിന്തകൾക്ക് പകരം വിശ്വാസത്തിന്റെ ചിന്തകൾ വളരട്ടെ. ലോക മൂല്യങ്ങൾക്ക് പകരം ദൈവിക മൂല്യങ്ങൾ വരട്ടെ. സ്വാർത്ഥതയ്ക്കുകൾക്ക് പകരം ദൈവികമായ സ്നേഹം നിന്റെ അകത്തളത്തിൽ വരട്ടെ. ചിന്തകളിൽ മാറ്റം വരട്ടെ, വാക്കുകളിൽ മാറ്റം വരട്ടെ, പ്രവർത്തികളിൽ വാക്കുമെന്ന ദൈവഹിതത്തിന്റെ പുതുക്കി മനസ്സിലാക്കുമ്പോൾ ആ ദൈവഹിതം നിനക്ക് നന്മയ്ക്കാണ്. ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആര് നിന്റെ കൂടെ വന്നാലും, ആര് സഹായിക്കാനില്ലെങ്കിലും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നന്മ ചെയ്യുന്ന, പ്രസാദം ചെയ്യുന്ന, പൂർണ്ണത ചെയ്യുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അവൻ നിന്നെ ധൈര്യത്തോടെ നടത്തുമെന്ന കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വേറൊന്നിനേക്കാൾ ധൈര്യം നമുക്ക് സംഭരിക്കാം. അത് പ്രാർത്ഥനയിലൂടെ ആകാം, അത് ദൈവഹിതത്തിലൂടെ ആകാം. ഈ വചസ്സുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ച പാസ്റ്റർക്കും എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി. അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു അഭിഷേകനെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്ന കാലം